കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി. ഫസ്റ്റ് വൺ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. എന്താണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്നുള്ളത് നോക്കാം. മെയിൻ ഫ്രെയിംസ് ആർ നോട്ട് ആസ് എ പവർഫുൾ ആസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ബട്ട് certainly they are quite expensive nonetheless. And many large firms and government organizations use mainframes to run their business operations. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ അത്ര തന്നെ പവർ ഇല്ലാത്ത എന്നാൽ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന അതിനോട് അടുപ്പിച്ച് മെമ്മറി പവറുള്ള, സ്റ്റോറേജ് ഫെസിലിറ്റീസുള്ള, സ്പീഡുള്ള ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സും കൂടുതലായിട്ടും ലാർജ് ഫേംസും അതുപോലെ തന്നെ ഗവൺമെൻറ്റ്സും അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. The mainframe computers can be accommodated in large air-conditioned rooms because of its size. മെയിൻ കമ്പ്യൂട്ടേഴ്സ് കൂടുതലായിട്ടും അത് വയ്ക്കുന്നത് ഈ ലാർജ് എയർ കണ്ടീഷൻ റൂമാണ്. അതായത് അത് അത്രയും വലിയ സൈസിലുള്ള ഒരു കമ്പ്യൂട്ടറാണ്. Super computers are the fastest computers with large data storage capacity. Mainframe can also store large amount of data. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇന്ന് പ്രസൻ്റ്ലി ഏറ്റവും സ്പീഡുള്ള, ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിനോട് കടം പിടിക്കുന്ന രൂപത്തിലുള്ള ഒന്ന് തന്നെയാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സും. ഇതിനും അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അതുപോലെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. ബാങ്ക്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ് ആർ യൂസ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ടു സ്റ്റോർ ഡാറ്റ അബൌട്ട് ദെയർ കസ്റ്റമേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ്. ബാങ്കുകൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയാണ് കൂടുതലായിട്ടും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ, അവരുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാം, ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിൻ്റെ എല്ലാം ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളാണ് ഈ മൂന്നും. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കസ്റ്റമർ ഡാറ്റ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള രണ്ട് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സാണ് ഹിറ്റാച്ചിയും അതേപോലെ തന്നെ ICL VME. ഓക്കെ, മിനി കമ്പ്യൂട്ടർ. നെക്സ്റ്റ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിച്ചു. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് റിസർച്ചിന് വേണ്ടിയിട്ട് സ്പീഡായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നാസ പോലെയുള്ള USSR, നാസ പോലെയുള്ള സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ടും എർത്ത് ക്വേക്കിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് കൂടുതലായിട്ടും ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കമ്പനികളാണ് മെയിൻ ഫ്രെയിം. ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കിങ് കമ്പനികൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ്, ഇത്രയും ആളുകളാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ബൈ സ്മോൾ ബിസിനസ് ആൻഡ് ഫേംസ്. നമുക്കറിയാം ചെറിയ ബിസിനസ് എന്നല്ല, ബിസിനസ് നടത്തുന്ന കൂടുതൽ കമ്പനീസ് ഉപയോഗിക്കുന്ന മിനി കമ്പ്യൂട്ടേഴ്സാണ്. അത്ര തന്നെ ലാർജായിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനില്ലാത്തവരാണ് സ്മോൾ ബിസിനസ് മിനി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ സോ കാൾഡ് മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ്. These are small machines and can be accommodated on a disk with not as processing and data storage capabilities as supercomputers and mainframe computers.
ഇതിന് മെയിൻ ഫ്രെയിമിൻ്റെയും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെയും സ്പീഡും അതുപോലെ തന്നെ പ്രോസസ്സിങ് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റീസും ഉണ്ടായിരിക്കില്ല. പക്ഷേ കൂടുതലായിട്ടും സ്മോൾ കമ്പനീസ് യൂസ് ചെയ്യുന്നത് മിനി കമ്പ്യൂട്ടറാണ് എന്നുള്ളതാണ്. ഇത്ര ലാർജ് സൈസിലുള്ള ഒന്നല്ല. അതായത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പോലെയും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനെ പോലെയും ഒരു ലാർജ് സൈസ് കമ്പ്യൂട്ടറല്ല മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ എ സിംഗിൾ യൂസർ. ഒരു സിംഗിൾ യൂസറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എ ലാർജ് കമ്പനി ഓർ ഓർഗനൈസേഷൻ യൂസ് മിനി കമ്പ്യൂട്ടേഴ്സ് ഫോർ സ്പെസിഫിക് പർപ്പസസ്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത് മിനി കമ്പ്യൂട്ടറാണ്. ഫോർ എക്സാമ്പിൾ, എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ യൂസ് മിനി കമ്പ്യൂട്ടേഴ്സ് ഫോർ മോണിറ്ററിങ് സർട്ടൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽസ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മിനി കമ്പ്യൂട്ടറാണ് എന്നുള്ളതാണ്. പോപ്പുലർ മിനി കമ്പ്യൂട്ടേഴ്സ് K202, ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്, SDS92, IBM മിഡ്-റേഞ്ച് കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാമാണ് പോപ്പുലർ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൈക്രോ കമ്പ്യൂട്ടർ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ് ആർ ആൾ ടൈപ്സ് ഓഫ് നമ്മൾ ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ്, ഇതെല്ലാമാണ് മിനി കമ്പ്യൂട്ടേഴ്സ്, മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് എന്താണ്? മൈക്രോ കമ്പ്യൂട്ടറാണ്. ലാപ്ടോപ്സ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്, ടാബ്ലറ്റ്സ്, അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺസ്. The microcomputers are widely used, the fastest growing. വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചെറിയ MSMEയിലായാലും ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ, ചെറിയ കമ്പനികളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കൂടുതലായിട്ട് ആളുകൾ മേടിക്കുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടേഴ്സാണ്. ദിസ് കമ്പ്യൂട്ടേഴ്സ് ആർ ദ ചീപ്പസ്റ്റ് എമംഗ് അതർ 3 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. വിലയുടെ കാര്യത്തിലാണെങ്കിലും യൂസർ ഫ്രണ്ട്ലിയുടെ കാര്യത്തിലെല്ലാമാണെങ്കിലും മൈക്രോ കമ്പ്യൂട്ടേഴ്സാണ് കൂടുതലായിട്ട് ചീപ്പസ്റ്റ് ആയിട്ടുള്ളത്. ദ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ജനറൽ യൂസേജ് ലൈക്ക് എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് പർപ്പസ്. വെൽ നോൺ മാനുഫാക്ചേഴ്സ് മൈക്രോ കമ്പ്യൂട്ടർ ഡെൽ, ആപ്പിൾ, സാംസങ്, സോണി, ടൊഷിബ. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടും പേഴ്സണൽ യൂസിനും അതേപോലെ തന്നെ ചെറിയ കമ്പനികളുടെ ഓഫീസ് യൂസിനും വേണ്ടിയിട്ടാണ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസസ്, വർക്ക് പർപ്പസസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ മെയിനായിട്ടുള്ള മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് ഡെൽ, ആപ്പിൾ, സാംസങ്, സോണി, ടൊഷിബ എന്നുള്ളതൊക്കെയാണ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ഗെയിമിംഗ് കൺസോൾസ്, സൗണ്ട് നാവിഗേഷൻ സിസ്റ്റം, നെറ്റ് ബുക്സ്, നോട്ട് ബുക്സ്, PDF, ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റേഴ്സും ഇതെല്ലാം ഒരു തരത്തിലുള്ള മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ടൈപ്സാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. അല്ലേ, മൈക്രോ കമ്പ്യൂട്ടർ പഠിച്ചു, അതിൻ്റെ ടൈപ്സാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. എ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഈസ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ designed for regular use and a single location on or near a desk or table due to its size and power requirements. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നുള്ളത് പേഴ്സണൽ യൂസേജിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, ഒരു റെഗുലർ പേഴ്സണൽ യൂസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടേബിളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ കോൺഫിഗറേഷൻ ഹാസ് എ കേസ് ദിസ് ഹൗസ് ദ പവർ സപ്ലൈ, മദർ ബോർഡ്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, എ മൈക്രോ പ്രോസസ്സർ ആസ് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, memory,
bus and other electronic components. Disk storage, usually one or more hard disk drives, solid state drives, optical disk drives, and early models is floppy disk. Keyboard, mouse, computer monitor, oftenly printer output. This case may be horizontally or vertically and placed either under, beside, on the top of a desk. മെയിനായിട്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനുള്ള പാർട്സ് എന്ന് പറയുന്നത് അതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ട് വേണം, അതുപോലെ തന്നെ ഇലക്ട്രിക് പവറിന് വേണ്ടിയിട്ടുള്ള സി പി യു എന്ന് പറയുന്നത് അതിൻ്റെ മെമ്മറി, അതുപോലെ തന്നെ മെമ്മറിക്കായിട്ട് അതിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റീസിനായിട്ടാണ് കൂടുതലായിട്ട് സി പി യു യൂസ് ചെയ്യുന്നത്. കീബോർഡ്, സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ മോണിറ്റർ, പ്രിൻ്റർ, മൗസ്, സൗണ്ട് സിസ്റ്റം, ഇത്രയെല്ലാമാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന് ആയിട്ട് വരുന്നത്. ഓക്കെ, എ ഡെസ്ക്ടോപ്പ് ക്യാൻ ബി കണ്ടെയ്ൻഡ് ഇൻ എ വിൻഡോ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ടോട്ടൽ ഡിസ്പ്ലേ ഏരിയ or can be full, taking up the total display area. Users can have multiple desktops for different projects or work environment. They can switch between them. Next is history of desktop. Tandy released a text-based desktop called DeskMate in 1984. 1984 ടാൻഡി എന്നുള്ള റിലീസ് ചെയ്തിട്ടുള്ളതാണ് ടെക്സ്റ്റ് ബേസ്ഡ് ഡെസ്ക്ടോപ്പ്. അതിൻ്റെ പേരാണ് ഡെസ്ക് മേറ്റ്. മോഡേൺ ഡെസ്ക്ടോപ്സ് യൂസേഴ്സ് കുഡ് വർക്ക് വിത്ത് ഡെസ്ക് മേറ്റ് ടു ഓപ്പൺ ആപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ടു ബ്രൗസ് ഡിസ്ക് കണ്ടന്റ്. മൈക്രോസോഫ്റ്റ് റിലീസ്ഡ് വിൻഡോസ് 1 near the end of 1985. Windows has included a graphical desktop ever since their release Windows 1.0. Although Windows 10 still bears some similarities to Microsoft's early desktop, the Windows desktop has evolved considerably over the years. As Windows matured, for example, the desktop included higher video resolution and color depth. ഇതാണ് ഡെസ്ക്ടോപ്പിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.